രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതി പകുതിയായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഈ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഇതുപോലെ ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. വെള്ളം നമ്മൾ എപ്പോഴും കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്ത് വന്നതിന് ശേഷം കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് നേരം നല്ല പോലെ നീഡ് ചെയ്തെടുക്കുക. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി സഹായിക്കും. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് ഞാനിവിടെ ചിക്കൻ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 125 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 125 ഗ്രാം തന്നെ ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഏകദേശം 1/4 ഭാഗം മാത്രമാണ് ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കനെ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജും ക്യാപ്സിക്കവും ഞാൻ നല്ല പോലെ തന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു അരപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് ഞാനിവിടെ ഇപ്പം വഴറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. സവാള ആദ്യം ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില അതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയുടെ പച്ചമണം നല്ല പോലെ മാറി വരണം. ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ എല്ലാ സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇനി ക്യാബേജ്, ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാബേജും ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുപോലെ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് പിച്ചിയിട്ടിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളിത് സ്റ്റഫ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ബാക്കി വന്നിരുന്നു. ആ ഒരു വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എല്ലാം കൂടെ നന്നായിട്ട് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് മസാലകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എരിവിന് പാകത്തിന് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം.
ആ ഒരു ചിക്കൻ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറിയിലൊക്കെ നല്ലപോലെ ഇറങ്ങി വരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്തോളൂ. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ട് വരണം. ഇത്രയാകുമ്പോൾ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് റെഡിയാക്കുന്ന അത്രയും സമയം തന്നെ ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൂട്ട് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ നിങ്ങളുടെ പലഹാരം വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ തയ്യാറാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിലൊരു ഉരുള ഗോതമ്പ് പൊടിയിൽ നല്ലപോലെ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നെയ്യാണ് തടവി കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗോതമ്പ് പൊടി ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നിന്നും ഒരരികിലേക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് പിടിച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ പാകത്തിന് മാത്രം പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. പാകത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ സീൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ അരികുകളും പിടിച്ച് ഞാനിവിടെ നന്നായിട്ട് തന്നെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സീൽ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കണം. കൈ ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ വീണ്ടും നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നേർത്ത് ഞാനിവിടെ പരത്തിയെടുക്കുന്നില്ല. കുറച്ച് മാത്രമേ ഞാനിവിടെ പരത്തിയെടുക്കുന്നുള്ളൂ. കുറച്ച് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പരത്തിയെടുക്കാവുന്നതാണ്. പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് എണ്ണ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഭാഗവും ഒരല്പം മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ രണ്ട് ഭാഗവും ഒരല്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒരല്പം കൂട്ടാം. ആ ഒരു സമയത്ത് നമ്മളിത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. നിങ്ങൾക്കതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് രാവിലെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും